ദില്ലി സ്ഫോടന കേസിൽ 10 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. NIA ADG വിജയ് സാക്കറെയാണ് സംഘത്തെ നയിക്കുക. അതേസമയം ഫരീദാബാദിൽ ഭീകരാക്രമണത്തിന് വൻ പദ്ധതിയിട്ടിരുന്നു, ദില്ലിയിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ എത്തുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ദീപാവലി ദിനത്തിൽ ദില്ലിയിൽ സ്ഫോടനത്തിനും പദ്ധതിയിട്ടിരുന്നു. ജനുവരി ആദ്യ ആഴ്ചകളിലാണ് മുസമ്മിലും ഉമറും അടങ്ങിയ തീവ്രവാദി സംഘം ചെങ്കോട്ടയുടെ പരിസരത്തെത്തിയത്. സ്ഫോടനത്തിൻ്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ആ CCTV ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഭീകരർ സഞ്ചരിക്കുന്ന കാറിനെ സംബന്ധിച്ചുള്ള നോക്കൂ, ടോൾ അടക്കമുള്ളവ നൽകുന്നതിൻ്റെ ഈ ദൃശ്യങ്ങൾ ഇന്നലെയും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തെത്തിയിരുന്നതാണ്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നു. അബ്ദുൾ റഷീദ്, ഈ CCTV ദൃശ്യങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ ഇന്നലെയും പുറത്തെത്തിയിരുന്നു, നമ്മൾ കാണിച്ചിരുന്നു. ഇത് ഇപ്പോഴുള്ളതാണ് പുതിയത്. അതായത് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭീകരർ സന്ദർശിച്ചത് മീൻസ് ഭീകരർ പോയ വിവരങ്ങളൊക്കെ അടങ്ങുന്ന CCTV ദൃശ്യങ്ങളാണോ ഇത്? മറ്റു വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് സ്ഫോടനം ഉണ്ടായിട്ടുള്ള മേഖലയിൽ, അതായത് സ്ഫോടനം നടന്ന സ്ഥലത്തുള്ള ജംഗ്ഷനിലുള്ള സിഗ്നലിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ ഈ വാഹനം വരികയും പിന്നീട് അത് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഫോടനം ഉണ്ടായ ഉടനെ തന്നെ ഈ CCTV ക്യാമറകളൊക്കെ തന്നെയും പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഏറെ നിർണായകമായിട്ടുള്ള ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ കാണുന്ന ഈ വാഹനം അപകടം നടന്നിട്ടുള്ള പുറകുവശത്തുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളൊക്കെ തന്നെയും നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനം സിഗ്നൽ വന്ന സമയത്ത് പതിയെ മുന്നിലേക്ക് നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വാഹനം പൊട്ടിത്തെറിക്കുകയും ഈ പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും നിശ്ചലമാവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് NIA അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ തീർച്ചയായും അതിന്റെ NIA അടക്കമുള്ള NIAയുടെ 10 അംഗ സംഘത്തെ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ CCTV ദൃശ്യങ്ങൾ തന്നെ കൂടുതലായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ നൽകുന്നത് ഈ ഒരേ ജംഗ്ഷനിൽ, ഈ പൊട്ടിത്തെറി നടന്ന ജംഗ്ഷൻ്റെ വിവിധ ആംഗിളുകളിലുള്ള CCTV ദൃശ്യങ്ങളാണ്. അതിൽ ഒരു വിൻഡോയിലാണ് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യമുള്ളത്. അത് കാണാം. നോക്കൂ, അവിടെ വലിയ രീതിയിൽ ഫയർ എത്തി ആ ക്യാമറ മൂടുന്നത് കാണാം. അതായത് അത് പൊട്ടിത്തെറിയുടേതാണ് അല്ലേ റഷീദ്? അജിംഷാദ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ 3 CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും മുകളിൽ, അതായത് ഇടതുവശത്തായിട്ട് വരുന്ന വിൻഡോയിൽ കാണുന്നത് ഈ മുൻവശത്തുള്ള CCTV ക്യാമറയാണ്. അതിന് തൊട്ട് താഴെയായി ഇടതുവശത്ത് രണ്ടാമത്തേതായി കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളതാണ്. ഇത് അതായത് ഈ കാറിൻ്റെയും മറ്റു വാഹനങ്ങളുടെയൊക്കെ തന്നെ പുറകുവശത്ത്, സിഗ്നലിൻ്റെ പുറകുവശത്തായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഈ കേസിന് ഏറെ നിർണായകമാകുമെന്നുള്ള, അതായത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന വേളയിൽ കാണാനാകുന്നത് ഒരുപക്ഷെ ഇവർ മറ്റൊരു ലക്ഷ്യത്തേക്ക് പോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ചതാണോ, അതോ ഈ ജംഗ്ഷനിൽ തന്നെ ബോധപൂർവം പൊട്ടിച്ചതാണോ? ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകൾ, പ്രാഥമികമായ നിഗമനങ്ങളൊക്കെ അധികൃതർ നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൂചനകളായി പുറത്തെത്തുന്നത് റഷീദ്? അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ NIAയോ അല്ലെങ്കിൽ മറ്റു പോലീസ് സേനാ വിഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ അത് വ്യക്തമാകുന്നത് ഈ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു, ഇവിടെ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഈ കാറിൽ വെച്ചുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് കാറുകൾ സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ രേഖകളൊക്കെ തന്നെയും പോലീസും അതോടൊപ്പം NIA ഒക്കെ തന്നെയും പുറത്തുവിടുകയും ചെയ്തു.
ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടക വസ്തു ഈ മേഖലയിൽ നിക്ഷേപിക്കാനുള്ള ഒരു ശ്രമമാണോ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു എന്നതിലൊക്കെ തന്നെയും ഇനി ഒരു വ്യക്തത വരേണ്ടതിനാൽ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജംഗ്ഷനിൽ സിഗ്നൽ വന്നിരുന്നു. സിഗ്നൽ വീണ ഉടനെ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി മറ്റു വാഹനങ്ങളും എതിർവശത്തായി കാറുകളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളൊക്കെ ബൈക്കുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാഹനങ്ങളാണ് ഈ തീപിടുത്തത്തെ തുടർന്ന് ആളിക്കത്തുകയും അതോടൊപ്പം തന്നെ അപകടങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള എന്തായാലും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇനി ലഭിക്കാനുള്ളത് മറ്റൊരു CCTV ആണ്. അതായത് ദൃശ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിഗ്നൽ കടന്നു വന്ന് ചെങ്കോട്ടക്ക് ഗേറ്റിന് മുൻവശത്തായിട്ടൊരു CCTV ഉണ്ട്. ഈ CCTVയിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നാലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് പുറകുവശത്തേതായിരുന്നു. ഇനി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CCTV കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ഇതിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഈ വാഹനം ഇവിടെ നിന്നിട്ടുണ്ടോ അതോ വാഹനം മുന്നോട്ട് തന്നെ പോവുകയാണോ എന്നതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നേരത്തെ മണിക്കൂറുകളോളം, ഏതാണ്ട് 3 മണിക്കൂറുകളോളം ഈ കാറ് ഉമർ എന്ന ഭീകരവാദി ഈ കാറുമായി അവിടെ എത്തി അത് പാർക്ക് ചെയ്യുന്നു. ഈ റെഡ് ഫോർട്ടിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത് കാറ് പിന്നീട് മുൻപോട്ട്, മണിക്കൂറുകൾക്ക് ശേഷമാണ് കാറ് മുമ്പോട്ട് പോകുന്നത്. അവിടെയൊക്കെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതാണ്. പക്ഷേ ഈ കാറ് അങ്ങനെ ആ പാർക്കിങ്ങിന് ശേഷം പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം റെഡ് ഫോർട്ട് ചാനൽ 1, 2 CO3 ലിങ്ക് റോഡ്, 3 വീണ്ടും റെഡ് ഫോർട്ടിൻ്റെ മറ്റൊരു ആംഗിളിലുള്ള ചാനൽ 4 റെഡ് ഫോർട്ട് ചാനൽ, അങ്ങനെ 4 CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് 4 വിൻഡോകളിലായി. അതിൽ 1 യഥാർത്ഥത്തിൽ പ്രവർത്തനമല്ല, അത് കൺട്രോൾ റൂമിൻ്റേതാണ്. ബാക്കി 3 ഈ റെഡ് ഫോർട്ട് ചാനലുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർക്കിങ്ങിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം പാർക്കിംഗ് ചെയ്തതിന് ശേഷം എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. നോക്കൂ CCTV ദൃശ്യങ്ങൾ. റഷീദ്, അജിംഷാദ്, തീർച്ചയായും വൈകിട്ട് 3:30 മുതൽ 6:30 വരെ എന്ന് പറയുന്ന 3 മണിക്കൂർ സമയം ഈ കനോരി എന്ന് പറയുന്ന പാർക്കിൽ, അതായത് ഈ റെഡ് ഫോർട്ടിൻ്റെ തന്നെ പാർക്കിംഗ് മേഖലയായിട്ടുള്ള കനോരി പാർക്കിൽ ഈ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നേരത്തെ പോലീസും അതോടൊപ്പം അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനുശേഷം വിവിധ മേഖലകളിലൂടെ ഈ വാഹനം, പ്രത്യേകിച്ചും ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ള അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ റോഡ് പ്രധാനമായും അങ്ങോട്ടേക്ക് പോകുന്ന കശ്മീരി ഗേറ്റ് എന്ന പ്രദേശത്തേക്കാണ്. ഈ പ്രദേശത്ത് കൂടി വാഹനത്തിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ കശ്മീരി ഗേറ്റിൽ നിന്നും ഈ വാഹനം തിരിച്ച് വീണ്ടും ഈ ചെങ്കോട്ടയുടെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വാഹനം തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനം വരികയും ഈ ജംഗ്ഷനിൽ എത്തുകയും ജംഗ്ഷനിൽ എത്തിയ ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഏറെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ഈ വാഹനം ഇവിടെ നിർത്തിയതാണോ അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോവുകയാണോ എന്നതടക്കമുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നാൽ മാത്രമായിരിക്കും അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ എന്തായാലും അന്വേഷണ സംഘത്തിന് കഴിയുക. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാന ഭാഗത്ത്, അതായത് ഈ വാഹനം വരുമ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെയും അഗ്നിക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം ഉപേക്ഷിച്ച് പോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഈ വാഹനം ഇവിടെ തന്നെ പൊട്ടിച്ചതാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ, ഗൂഢാലോചന ഉണ്ടായിട്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും മുന്നോട്ട് കടക്കുക. നിലവിൽ തീർച്ചയായും അത് അറിയേണ്ടത്, ഇപ്പോൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ, നമ്മൾ പുറത്തുവിടുന്ന സ്ഫോടനം നടക്കുന്ന വിൻഡോയിൽ കാണുന്ന CCTV ദൃശ്യങ്ങൾ സിഗ്നലിന് പിറകുവശത്തുള്ളതാണ്. സ്വാഭാവികമായി ഇതുമായി കൂടുതൽ അടുത്ത CCTV ദൃശ്യങ്ങൾ ഇനി പുറത്തെത്താനുണ്ട്. അതും നമ്മൾ അല്പസമയത്തിനകം ഒരുപക്ഷെ ലഭിച്ചാൽ നൽകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ കൃത്യമായി ഇത് ആസൂത്രണത്തോടു കൂടി പൊട്ടിച്ചാണോ അതോ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക്, ഭീകരരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ അബദ്ധത്തിൽ ഇത് പൊട്ടിയതാണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സ്ഫോടനം ആസൂത്രണം ചെയ്ത്, ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്ന് തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ ബോധ്യമാക്കുന്നത്. റഷീദ്, ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷെ അത് ലക്ഷ്യത്തിലെത്തി കൂടുതൽ പേരെ കൊല്ലുന്നതിലേക്കാണോ പോയത് ഭീകരർ, അതോ പോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ചതാണോ എന്നതൊക്കെ ഇനി ഉള്ള പരിശോധനകളിൽ ഒരു പക്ഷേ അറിയാനാകും. അതാണ് നിർണായകമാണ് ഈ CCTV ദൃശ്യങ്ങളെന്ന് പറയുന്നത് തന്നെ.